ഇന്നാളെ ഒരു ദിവസം സാറ്റൻ റിബൺ റെഡിയാക്കി വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ. നമുക്കിതും കൊണ്ട് ഇനിയും ഇഷ്ടംപോലെ പരിപാടികൾ ചെയ്യാനുണ്ട്. 1 ഇഞ്ച് വീതിയുള്ള സാറ്റൻ റിബണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 സൈഡ് 3 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. സാറ്റൻ റിബണിൻ്റെ വീതി കുറഞ്ഞനുസരിച്ച് നമ്മൾ നീളവും കുറച്ചെടുക്കണം. ടോട്ടൽ 6 ഇഞ്ച് വീതിയുള്ള ഇതേപോലെ ഒരു പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മൾക്കിത് വേണമെങ്കിലും മെഴുകുതിരി വെച്ച് ഉരുക്കി കൊടുത്താലും മതി കേട്ടോ. 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേ കണ്ടില്ലേ ഫുൾ കവറേജ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. സൈഡ് നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കിതിൻ്റെ എഡ്ജ് ഒന്ന് ചെറുതായിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നൂലൊന്നും പുറത്തേക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടി സിക്സാഗ് കത്രിക ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് മറിച്ചിടുന്നില്ല. ഈ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു പ്രാവശ്യം ലേസ് ഫ്ലവർ ചെയ്തില്ല, അതേപോലെ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കിട്ടാ. ഫുൾ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതേപോലെ പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരേപോലുള്ള റണ്ണിങ് സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒരു 3-4 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ആ ജോയിൻ്റ് ഒന്നും കാണാതിരിക്കാനും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. സൂചി നൂലും ആദ്യത്തെ ഒരു പ്രാവശ്യം ഇതിനകത്തേക്ക് കയറ്റിയതിന് ശേഷം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു നല്ല വലിയ രീതിയിലൊരു കെട്ടൊക്കെ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതേപോലെ പുറത്തേക്ക് എടുക്കണം കേട്ടോ. വളരെ സിമ്പിളല്ലേ പരിപാടി. ഞാൻ ഇതേപോലെ തന്നെ വൈറ്റ് ഫ്ലവറും റെഡ് ഫ്ലവറും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 1/4 ഇഞ്ചും 1/2 ഇഞ്ചൊക്കെ ഉള്ള റിബൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്രിസ്മസിന് ഡ്രസ്സിന് വേണ്ടിയിട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ടോ എന്തായാലും ഈ ഫ്ലവർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും.